എന്താ പറയും? ആരാ പറഞ്ഞേ നിങ്ങൾക്ക് മുബാ തോമസുമായിട്ട് എനിക്ക് പ്രശ്നമാണെന്ന്? ഈ സീറ്റിന്റെ കാര്യത്തില് പാർട്ടി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താറുണ്ട്. താല്പര്യമുള്ള ആളുകളുണ്ടാകും, അതിന് ശ്രമിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ശ്രമിക്കുന്ന എല്ലാ ആളുകൾക്കും കിട്ടാറില്ല. പല പല കാരണങ്ങളാൽ പലർക്കും സീറ്റ് കിട്ടും, കുറെ ആളുകൾക്ക് സീറ്റ് ലഭിക്കില്ല. അതിനപ്പുറമായിട്ടൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. UDF ഒറ്റക്കെട്ടാണ്. UDF ഇപ്രാവശ്യം കേരളം വലിയ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് മാത്രമല്ല, UDF നയിക്കും, കേരളം ജയിക്കും. അതാണ് ഞങ്ങളുടെ ടാഗ്ലൈൻ. ഷിയാസുമായിട്ടല്ലല്ലോ, ഞാൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗം കൂടിയാണല്ലോ. KPCCയുടെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗമാണ്, 8 അംഗ കമ്മിറ്റിയുടെ അംഗമാണ്. കേരളം മുഴുവനുള്ള പ്രചരണത്തിന് ഞാനുണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെ ജില്ലയിൽ 14 സീറ്റുകളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം, കോൺഗ്രസിന്റെ ലക്ഷ്യം. അത് ഇപ്രാവശ്യം അത് നോട്ടീസ് പലരും അടിച്ചു, ഒരാളല്ല, അതിന് സാധ്യതയുള്ള നിരവധി ആളുകൾ അടിച്ചു. അതിന്റെ കാരണം ഇപ്രാവശ്യം നമുക്ക് സമയം വളരെ കുറവായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഇപ്രാവശ്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അത്ര നന്നായിട്ടൊന്നും ഞങ്ങൾ കോൺഗ്രസ്സുകാർ നടത്തണ്ട എന്ന് വിചാരിച്ച് വളരെ കുറച്ച് സമയമാണ്, അത് പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമുള്ളൂ, 20 or 22 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് സാധ്യതാ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും പ്രാഥമികമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാനും ആ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. അത് പിന്നീട് മറ്റൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് നിൽക്കുക. നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ജനപ്രതിനിധിയാകുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. ഈ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന് 100 കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, 100 കണക്കിന് പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നില്ല, എല്ലാവരും ജനപ്രതിനിധി ആകുന്നില്ല. അതാകാത്ത 100 കണക്കിന് ആളുകളുടെ പ്രവർത്തനമാണ് ഈ സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലൊരു പ്രതിനിധിയാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും വിന്നബിലിറ്റി തന്നെയാണ് മാനദണ്ഡം. വിന്നബിലിറ്റി ഉള്ള ഒന്നിലധികമല്ല, വളരെയധികം സ്ഥാനാർത്ഥികളുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് കോൺഗ്രസ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നേതൃത്വ ബാഹുല്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരേ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നവരിൽ എത്ര പേര് ഇതിന് പര്യാപ്തമായ, ഇതിന് കഴിയുന്ന ആളുകളുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? ഇവിടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കൂ, 30 വർഷവും 40 വർഷവും പ്രവർത്തിച്ച ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ പ്രതിനിധിയായിട്ട് ശ്രീമതി ഉമാ തോമസ് ഇവിടെ മത്സരിക്കും. അതിപ്പോ മാറിക്കൊടുക്കുക എന്ന്